ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 031/21 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ടത്? ഗാർഗി അനന്തനാണ്. ഓപ്ഷൻ ഡി ഗാർഗി അനന്തൻ. ആരാണ്? ഓപ്ഷൻ ഡി ഗാർഗി അനന്തനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ 2025 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടി ആരാണെന്ന് അറിയാമോ? അത് ഷർമിള ടാഗോർ ആണ്. ആരാണ്? ഷർമിള ടാഗോർ ആണ്. എന്നാൽ ആക്ടർ ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നവാസുദ്ദീൻ സിദ്ദിഖിയാണ്. ആരാണ്? നവാസുദ്ദീൻ സിദ്ദിഖി. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ആണ്, വീരമണി രാജു. ഓപ്ഷൻ സി വീരമണി രാജു ആയിരുന്നു. എന്നാൽ 2025 ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? 2025 അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ആരാണ്? കൈതപ്രം. ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025. എന്നാൽ 2026 ആരാണെന്ന് ചോദിച്ചാൽ അത് തിരുവിഴ ജയശങ്കർ ആണ്. ആരാണ്? തിരുവിഴ ജയശങ്കർ ആണ്. തിരുവിഴ ജയശങ്കർ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അത് ഓപ്ഷൻ എ എൻ പ്രഭാകരനാണ്. ആർക്കാണ്? ഓപ്ഷൻ എ എൻ പ്രഭാകരനാണ്. എന്നാൽ 2025 ലഭിച്ചത് EP രാജഗോപാലൻ. ആരാണ്? EP രാജഗോപാലനാണ് 2025 ലഭിച്ചത്. 2025 ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാലനാണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്തായിരുന്നു? അതാണ് ഉൾക്കഥ. എന്താണ്? ഉൾക്കഥ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര്. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. 2020 പ്രകാശനം ചെയ്ത് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ആ ജീവചരിത്രം? അത് ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ആരാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം. നീതിയുടെ ധീരസഞ്ചാരം. അഞ്ചാമത്തെ ചോദ്യം, 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്. അതായത് 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് ഓപ്ഷൻ ബി പരിയാരമാണ്. ഏതാണ്? ഓപ്ഷൻ ബി പരിയാരമാണ്. എന്നാൽ യുനെസ്കോ ചെയർമാൻ ആരെന്നറിയാമോ? നിലവിലെ യുനെസ്കോ ചെയർമാന്റെ പേരാണ് ഖാലിദ് അൽ ഇനാനി. എന്താണ്? ഖാലിദ് അൽ ഇനാനി. ആറാമത്തെ ചോദ്യം, 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണ് ചോദിച്ചത്. അതേതാണ്? ഓപ്ഷൻ ബി ത്രിപുരയാണ് കേട്ടോ. എന്നാൽ നാഗാലാൻഡിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അറിയാമോ? എന്താണ് ആ ചോദ്യം? ഹോൺബിൽ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡ് ആണ്. ഏതാണ്? നാഗാലാൻഡ്. ഹോൺബിൽ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡ് ആണ്. എന്നാൽ 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? അത് ത്രിപുരയാണ്. ഏതാണ്? ത്രിപുരയാണ്. അതുപോലെ 2025 25ാം വാർഷികം ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ നടന്നത് എവിടെയാണ്? അതും നാഗാലാൻഡ് തന്നെയാണ് കേട്ടോ. എവിടെയാണ്? നാഗാലാൻഡ്. അതായത് 2025 25ാം വാർഷികം ആഘോഷിക്കുന്ന എന്താണ് അറിയപ്പെടുന്നത്? ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. അത് എവിടെ നടന്നു? നാഗാലാൻഡിലാണ് അത് നടന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാണ്? ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാണ്? അത് ഓപ്ഷൻ ഡി ശശി തരൂരാണ്. ആരാണ്? ഓപ്ഷൻ ഡി ശശി തരൂരാണ്. എന്നാൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ലഭിച്ചത് ഒരു മലയാളിക്കാണ്. അപ്പോൾ നമ്മൾ പഠിക്കണ്ടേ? തീർച്ചയായും പഠിക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ച മലയാളി മറ്റാരുമല്ല, അഖിൽ പി ധർമ്മജനാണ്. അല്ലേ? എല്ലാവർക്കും അറിയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഏത് നോവലിലായിരുന്നു? റാം കെയർ ഓഫ് ആനന്ദി. ഏതായിരുന്നു? റാം കെയർ ഓഫ് ആനന്ദി.
ആ സമയം ഇറങ്ങിയ ടൈമിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചയായ അല്ലെങ്കിൽ ഒരുപാട് ഫേമസ് ആയ ഒരു നോവലാണ് അല്ലേ. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് അഖിൽ പി ധർമ്മജന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം. മറക്കരുത്, യുവ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? അഖിൽ പി ധർമ്മജന് ലഭിച്ചത്. എന്നാൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ഒരു മലയാളിക്ക് ലഭിച്ചിരുന്നു. ഏതാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരമാണ്. അത് ആർക്കാണ് ലഭിച്ചത്? ശ്രീജിത്ത് മുത്തേടത്ത്. ആർക്കാണ്? ശ്രീജിത്ത് മുത്തേടത്തിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? പെൻഗിനുകളുടെ വൻകരയിൽ. ഏതാണ്? പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ബാലസാഹിത്യം. കേട്ടോ, ഏതാണ്? ബാലസാഹിത്യ അവാർഡാണ് ശ്രീജിത്ത് മൂത്തേടത്തിന് ലഭിച്ചത്. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ഏതാണ്? അത് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആണ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതയായത് ആരാണ്? നമുക്ക് 2020 കാര്യമാണ് അവിടെ ചോദിച്ചത്. അത് ഓപ്ഷൻ ഡി ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു. നമുക്കതിപ്പോൾ ആവശ്യമില്ല. എന്നാൽ നിലവിലെ മധ്യപ്രദേശ് സി എം ആരാണ്? നിലവിലെ മധ്യപ്രദേശ് സി എം അത് മോഹൻ യാദവ് ആണ്. ആരാണ്? മോഹൻ യാദവ്. ആരാണ്? മോഹൻ യാദവ് ആണ് നിലവിലെ മധ്യപ്രദേശ് സി എം. മറക്കരുതേ, നിലവിലെ മധ്യപ്രദേശ് സി എം. അടുത്ത ചോദ്യം. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? അത് ഓപ്ഷൻ ബി ശ്രീനിവാസൻ ആയിരുന്നേ. ആരാണ്? ഓപ്ഷൻ ബി ശ്രീനിവാസൻ. എന്നാൽ ഇവിടെ നമുക്ക് അറിയുന്ന ഒരു പേരില്ലേ? ഋഷി സുനാക്, കമല ഹാരിസ്, ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള പേരാണ് അല്ലേ. ആരാണ് ഋഷി സുനാക്? അദ്ദേഹം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജനായിരുന്നു. ആരായിരുന്നു? ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജൻ. 11ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇത് ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു ആ ഒരു പ്രിലിംസ് എക്സാമിന്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? അത് ഓപ്ഷൻ സി 30 ഡിഗ്രിയാണ്. എത്രയാണ്? ഓപ്ഷൻ സി 30 ഡിഗ്രിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത്. ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയെന്ന് ചോദിച്ചാൽ അത് ഏത് രേഖയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? അത് ഓപ്ഷൻ ബി ആരവല്ലിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആരവല്ലിയാണ്. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര അതേതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര അത് ഓപ്ഷൻ ഡി പൂർവ്വഘട്ടമാണ്. ഏതാണ്? ഓപ്ഷൻ ഡി പൂർവ്വഘട്ടം. 15ാമത്തെ ചോദ്യം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി അത് ഏതാണടാ? അത് ഓപ്ഷൻ സി മഹാനദിയാണ് അല്ലേ. ഏതാണ്? ഓപ്ഷൻ സി മഹാനദിയാണ്. കാരണം മഹാനദി എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബാക്കി മൂന്നും നർമ്മദ, പെരിയാർ, സിന്ധു എല്ലാം ഏതാണ്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി അത് ഓപ്ഷൻ എ ചിനാബാണ്. ഏതാണ്? ഓപ്ഷൻ എ ചിനാബാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഇന്ത്യയിലെ ശൈത്യകാലം അത് ഡിസംബർ ഫെബ്രുവരി ആണ്. പഠിച്ചു വെക്കുക. ഏതാണ് ഇന്ത്യയിലെ ശൈത്യകാലം? അത് ഡിസംബർ ഫെബ്രുവരി ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം അതേതാണ്? അത് ഓപ്ഷൻ എ എക്കൽ മണ്ണാണ്. ഏതാണ്? എക്കൽ മണ്ണാണ്.
കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഏത് ജീവിയുടെ സംരക്ഷണമാണ്? നമുക്കറിയാം അല്ലേ, അത് ഓപ്ഷൻ എ കടുവയാണ്. ഏതാണ്? കടുവയാണ് കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും സംരക്ഷണം ചെയ്തിട്ടുള്ള ജീവി. അടുത്ത ചോദ്യം, വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അതേതാണ്? അത് ഓപ്ഷൻ ബി തമിഴ്നാടാണ്. ഏതാണ്? ഓപ്ഷൻ ബി തമിഴ്നാടാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അത് ആരാണ്? അത് ഓപ്ഷൻ സി അൽഫോൺസ് ഡി അൽബുക്കർക്ക്. അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. ആരാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി? എന്നാൽ അൽമേഡ കൊണ്ടുവന്ന ഒരു നയമുണ്ടല്ലോ, എന്താണ്? ബ്ലൂ വാട്ടർ പോളിസി അല്ലേ, നീലജല നയം. മറക്കരുതേ, നീലജല നയം. 22ാമത്തെ ചോദ്യം, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. അല്ലെ, തീർച്ചയായിട്ടും PSC ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ഏതാണ്? അത് ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാണ്. ഏതാണ്? ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാണ്. നമ്മൾ ബഹദൂർ ഷാ സഫർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? അത് ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏതാണ്? വാറൻ ഹേസ്റ്റിങ്സ്. 24ാമത്തെ ചോദ്യം, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ്? ആരായിരുന്നു അങ്ങനെ അറിയപ്പെട്ടത്? അത് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആണ്. നമുക്ക് നോക്കാം, നമ്മുടെ SCRT ടെക്സ്റ്റ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ചുവടെ ചേർക്കുന്നു. നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ നോക്കാം, സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. അല്ലേ, എന്താണ്? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണല്ലേ, ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ പഠിക്കുക. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. എന്താണ്? സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, എന്തൊക്കെയാണ്? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും രാജാറാം മോഹൻ റോയിയുടെ ചോദ്യം. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? അത് ഓപ്ഷൻ സി കൽക്കട്ടയാണ്. എവിടെയാണ്? ഓപ്ഷൻ സി കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി അത് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന SCRT ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം. ഇന്ത്യയുടെ വിദേശ നയം ലോകസമാധാനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുകളിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളിലുള്ളത്. അല്ലേ,
ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയായ ജവഹർലാൽ നെഹ്റു. അതായിരുന്നില്ലേ നമ്മുടെ ചോദ്യം? ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരായിരുന്നു എന്നല്ലേ? ഇതാ സെയിം സെന്റൻസ് അല്ലേ നമ്മുടെ പുതിയ SCERT ഉള്ളത്. അപ്പോൾ വീണ്ടും ചോദിക്കാം. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയായ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് രൂപം നൽകിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇത് ഇനി PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഒരു 5 അടിസ്ഥാന തത്വം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും പഠിക്കുക. എന്തൊക്കെയാണ്? സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിന്റെയും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ? 1 സമാധാനപരമായ സഹവർത്തിത്വം, 2 കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, 3 ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, 4 ചേരിചേരാ നയം, 5 എന്താണ്? പഞ്ചശീല തത്വങ്ങൾ. മനസ്സിലായില്ലേ? ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണേ. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യമാണ്. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? അതും ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റുവിനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം അതേതാണ്? ഓപ്ഷൻ ഡി 1917 ആണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഓപ്ഷൻ ഡി 1917 ആണ്. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന SCERT ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ. അപ്പൊ എവിടെയാണ് ചമ്പാരൻ? ബീഹാറിലാണ് അല്ലേ? വർഷം തന്നു 1917. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. അപ്പൊ ആർക്ക് വേണ്ടിയായിരുന്നു ചമ്പാരനിൽ വന്നത്? നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ആരാണ് ഗാന്ധിജിയെ ക്ഷണിച്ചത്? അത് രാജ്കുമാർ ശുക്ലയാണ് കേട്ടോ. ആരാണ്? രാജ്കുമാർ ശുക്ല. അദ്ദേഹം അവിടെ എത്തിയത് നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ബീഹാറിലാണ്. ഗാന്ധിജി ആരുടെ പ്രേരണയിലാണ് ചമ്പാരനിൽ എത്തിയത്? അത് രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ്. 29ാമത്തെ ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണ്? അത് ആരാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്? ആരാണ്? അത് ഓപ്ഷൻ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? ഓപ്ഷൻ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാൽ ഏറ്റവും കുറച്ചു കാലം ആരാണ്? ഏറ്റവും കുറച്ചു കാലം അത് ഓപ്ഷൻ എ, സക്കീർ ഹുസൈൻ ആണ് കേട്ടോ. ഏറ്റവും കുറച്ചു കാലം ആരാണെന്ന് ചോദിച്ചാൽ അത് സക്കീർ ഹുസൈൻ ആണ്. ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? അത് ഓപ്ഷൻ ഡി, ഗ്യാനി സെയിൽ സിംഗ് ആണ്. എന്നാണ് ഇന്ദിരാഗാന്ധി മരിച്ചത്? എന്നാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്? വർഷം 1984 ആണ് കേട്ടോ. ഏതാണ്? 1984 ഒക്ടോബർ 31 നമ്മുടെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. ആ സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ്. 31ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? തിരഞ്ഞെടുപ്പ് കാലത്താണോ? അല്ല. അവിശ്വാസ പ്രമേയം പാസ്സാക്കുമ്പോഴാണോ? അല്ല. തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തപ്പോഴാണോ? ഒന്നുമല്ല. നമുക്കറിയാം ഓപ്ഷൻ സി, അടിയന്തരാവസ്ഥ കാലത്താണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അല്ലേ? അടിയന്തരാവസ്ഥ കാലത്താണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. ഈ ആശയം എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് അറിയാമോ? അത് ജർമ്മനി നിന്നാണ്. എവിടെയാണ്? ജർമ്മനി നിന്നാണ് ആശയം കടമെടുത്തത്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനായി കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം റദ്ദ് ചെയ്യാൻ
പ്രസിഡന്റിന് അധികാരം നൽകിയ ആർട്ടിക്കിൾ ഏതാണ്? അത് 359 359. അതായത് നമുക്കറിയാം 3 അടിയന്തരാവസ്ഥകളുണ്ട് അല്ലേ? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനായി കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം റദ്ദ് ചെയ്യാൻ പ്രസിഡന്റിന് അധികാരം നൽകിയ ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 359 ആണ് കേട്ടോ. 359. 32ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? അത് ഓപ്ഷൻ സി സ്വത്തവകാശമാണ്. ഓപ്ഷൻ സി സ്വത്തവകാശമാണ്. അതായത് 1978 44ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. അപ്പൊ പഠിക്കുക, 1978 44ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനമാണ്. ഏതാണ്? ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനം. എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ എവിടെയും അയിത്തമെന്നോ അൺടച്ചബിലിറ്റി എന്നോ പറയുന്നില്ല. പക്ഷേ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 34ാമത്തെ ചോദ്യം, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അതേതാണ്? അത് 19ാം അനുച്ഛേദമാണ്. ഏതാണ്? 19ാം അനുച്ഛേദമാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 35ാമത്തെ ചോദ്യം നോക്കാം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. നമുക്കറിയാം ആർട്ടിക്കിൾ 14 സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പൊ എല്ലാവർക്കും തുല്യ പദവിയാണ്. എന്നാൽ ഒരാൾക്ക് മാത്രം അവിടെ ഇളവ് ലഭിക്കും. അത് ആർക്കാണ്? അത് നമ്മുടെ രാഷ്ട്രപതിക്കാണ് അല്ലെ? ഇന്ത്യയുടെ പ്രഥമ പൗരനായ രാഷ്ട്രപതിക്കാണ് എന്ത് ലഭിക്കുന്നത്? എല്ലാ നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിന്റെ ഇളവ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന SCRT ചാപ്റ്ററിൽ രാഷ്ട്രപതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. അപ്പോൾ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ 35 വയസ്സ് പൂർത്തിയായാൽ നമുക്ക് എന്ത് ചെയ്യാം? രാഷ്ട്രപതി മത്സരത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഓരോ സെന്റൻസും ക്വസ്റ്റ്യൻസ് ആണല്ലേ? PSCക്ക് ക്വസ്റ്റ്യൻ ഇടാൻ, സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ഇടാൻ ഒരുപാട് ഫാക്ട് ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നമ്മുടെ SCRT ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ പഠിക്കുക. എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും, നമുക്കറിയാം പാർലമെന്റിൽ 2 സഭയുണ്ട്, ലോക്സഭ, രാജ്യസഭ. അപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി അല്ലേ? എത്രയാണ് കാലാവധി? 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് ഉപരാഷ്ട്രപതിക്കാണ് അല്ലേ? രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരാണ് ഈ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത്? അത് ഉപരാഷ്ട്രപതിയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് 36ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അതാരാണ്? അത് ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? അത് ഓപ്ഷൻ സി ജയന്തി പട്നായക് ആണ്. ഓപ്ഷൻ സി ജയന്തി പട്നായക് ആണ്. എന്നാൽ നിലവിലെ വനിതാ കമ്മീഷന്റെ, അതായത് നിലവിലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണെന്ന് അറിയാമോ? അവരുടെ പേരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരാണ് വിജയ കിഷോർ
രഹാത്കർ. എന്താണ്? ഒരു വനിതയാണല്ലേ. വിജയ കിഷോർ രഹാത്കർ എന്നാണ് നിലവിലെ അധ്യക്ഷയുടെ പേര്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ SCERT-യിൽ ഈ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ വർഷം പറഞ്ഞിട്ടുണ്ട്. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും അല്ലെ. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കാരണം തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. ഒരുവിധം എല്ലാ അംഗങ്ങളെയും നിയമിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാനത്താണെങ്കിൽ അത് CM ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. ആരാണ്? കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. പഠിക്കുക, 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷനുള്ളത്. ഇവിടെ നോക്കാം, ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനമായി കൊടുത്തിട്ടില്ലേതാ? അത് എവിടെയാണ് ആസ്ഥാനം? അത് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. ഇവിടെ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര വനിതാ ദിനം അത് മാർച്ച് 8 ആണല്ലേ. എന്നാണ്? മാർച്ച് 8 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും മെമ്പർമാരുടെയും കാലാവധി അത് ഓപ്ഷൻ A ആണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. നമ്മൾ കണ്ടായിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ ആണെങ്കിൽ അത് 3 വർഷമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ അത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന SCERT-യിലാണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചും പറയുന്നത്. അതുപോലെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12-നാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണല്ലേ. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ എത്ര അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്? 6 ആണ് കേട്ടോ. 6 ആണ്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ ദേശീയ വനിതാ കമ്മീഷനാണെങ്കിലോ മറക്കരുത്, കേന്ദ്ര സർക്കാരാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അതല്ലേ നമ്മളിവിടെ പഠിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പോൾ 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഇത് നോക്കൂ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക,
നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇത് ഒരുപക്ഷെ PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശത്തിന്റെ ചുമതലകൾ? താഴെ തന്നിരിക്കുന്നവർ ശരിയായത് കണ്ടെത്തുക അല്ലെങ്കിൽ തെറ്റായവ കണ്ടെത്തുക എന്നൊക്കെ നമുക്ക് ചോദിക്കാം. സോ ഇത് പഠിച്ചു വെക്കുക. ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളുടെ എന്ന SCRT ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. എന്നാൽ നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് മാനവ് അധികാർ ഭവനാണ്. ഏതാണ്? മാനവ് അധികാർ ഭവനാണ് കേട്ടോ. മാനവ് അധികാർ ഭവൻ. ഓക്കെ. 41ാമത്തെ ചോദ്യം, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം അത് ഓപ്ഷൻ സി 560 കിലോമീറ്റർ ആണ്. എന്താണ്? ഓപ്ഷൻ സി 560 കിലോമീറ്റർ ആണ്. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? അത് ഓപ്ഷൻ സി ഏറനാടാണ്. ഓപ്ഷൻ സി ഏറനാടാണ്. എന്നാൽ ഏറ്റവും ചെറുത് ഏതാണ്? അത് കുന്നത്തൂർ ആണ്. ഏതാണ്? കുന്നത്തൂർ ആണ്. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് ഓപ്ഷൻ ഡി ലക്കിടിയാണ്. ഓപ്ഷൻ ഡി ലക്കിടി വയനാടാണ്. 44ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? അത് എക്കൽ മണ്ണാണ്. ഏതാണ്? എക്കൽ മണ്ണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് ലാട്രൈറ്റ് സോയിലാണ്. ഏതാണ്? ലാട്രൈറ്റ് സോയിലാണ്. ചെമ്മണ്ണാണ്. 45ാമത്തെ ചോദ്യം, നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം അത് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം അത് ഏതാണ്? അത് ഓപ്ഷൻ ഡി കയറാണ്. ഏതാണ്? ഓപ്ഷൻ ഡി കയറാണ്. 47ാമത്തെ ചോദ്യം, കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ഓപ്ഷൻ ഡി കൊച്ചി പനങ്ങാടാണ് കേട്ടോ. എവിടെയാണ്? പനങ്ങാടാണ്. എന്നാൽ മത്സ്യഫെഡ് എവിടെയാണ്? അത് നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ മത്സ്യഫെഡ് ചോദിച്ചാൽ തിരുവനന്തപുരവും കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാൽ അത് കൊച്ചിയിലുമാണ്. 48ാമത്തെ ചോദ്യം, ജനപങ്കാളിത്തത്തോട് നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? അത് തൂതപ്പുഴയിലാണ്. ഏതാണ്? തൂതപ്പുഴ. 49ാമത്തെ ചോദ്യം, മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല അത് എവിടെയാണ്? അത് ഓപ്ഷൻ ബി പത്തനംതിട്ടയാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി പത്തനംതിട്ടയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഏതാണ് 966 ബന്ധിപ്പിക്കുന്ന ദേശീയപാത? അത് ഫറോക്ക് ടു പാലക്കാടാണ് കേട്ടോ. ഫറോക്ക് മുതൽ പാലക്കാട് വരെയാണ് 966 NH ബന്ധിപ്പിക്കുന്നത്. 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഇപ്പൊ എല്ലാവരും ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി കാണും അല്ലേ? ബീട്രൂട്ടൊക്കെ വെച്ച് മസാല ദോശയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി AK ഗോപാലനാണ് അല്ലേ? പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്ന AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. ആരാണ്? ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന SCRT ചാപ്റ്ററിൽ എന്തിനെ പറ്റി പറയുന്നുണ്ട്? നമ്മുടെ അയ്യങ്കാളിയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. പ്രസ്ഥാനം ഏതാണ് അദ്ദേഹത്തിന്റെ? സാധുജന പരിപാലന സംഘം. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാധുജന പരിപാലന സംഘം ആരുടെ സംഘടനയാണ്? ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം മറക്കാതെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ദേശസേവിക സംഘം സ്ഥാപിച്ചതാരാണ്? ദേശസേവിക സംഘം അത് ഓപ്ഷൻ സി അക്കമ്മ ചെറിയാനാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ. 54ാമത്തെ ചോദ്യം,
അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അത് ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിന്റെ സ്വാമി വിവേകാനന്ദൻ അല്ലെ, കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് ആഗമാനന്ദ സ്വാമിയാണ്. അടുത്ത ചോദ്യം, തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? തുവയൽ പന്തികൾ, അത് ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമിയാണ്. ആരാണ്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി. സാരഞ്ജനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ്? അത് ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. ആരാണ്? ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? നമുക്കറിയാം, അത് തകഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന MT വാസുദേവൻ നായരാണ് കേട്ടോ. MT വാസുദേവൻ നായരാണ്. 59ാമത്തെ ചോദ്യം നോക്കാം. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ ആരൊക്കെയാണ്? ഇരുളർ കണികറാണോ? അല്ല. മലയർ മുതുവർ ആണോ? അല്ല. അതെ, കുറിച്യർ കുറുമ്പർ ആണല്ലേ. ആരാണ്? ഓപ്ഷൻ സി കുറിച്യർ കുറുമ്പർ ആണ്. 60ാമത്തെ ചോദ്യം നോക്കാം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? അത് ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ ആണ്. ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ ആണ്. 61ാമത്തെ ചോദ്യം, മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? അത് ഓപ്ഷൻ ബി 8 ആണ് കേട്ടോ. നമുക്കറിയാം 4 തരം പല്ലുകളുണ്ടല്ലേ, ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. അപ്പൊ ഇതിൽ ചോദിച്ചാൽ എന്താണ്? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അത് 8 ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥലം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥലം, അത് ഓപ്ഷൻ സി പ്ലൂറയാണ്. ഓപ്ഷൻ സി പ്ലൂറയാണ്. അപ്പോൾ പെരിക്കാർഡിയം എന്താണ്? പെരിക്കാർഡിയം അത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥലം കേട്ടോ. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ചോദിച്ചുള്ളത് പെരിക്കാർഡിയമും, എന്നാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ചോദിച്ചുള്ളത് പ്ലൂറയുമാണ്. ഓക്കെ, ലോക ഹീമോഫീലിയ ദിനം എന്താണ്? ലോക ഹീമോഫീലിയ ദിനം, അത് ഓപ്ഷൻ എ ഏപ്രിൽ 17 ആണ്. ഓപ്ഷൻ എ ഏപ്രിൽ 17, മറക്കരുത്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? 2 ദളമായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം, അത് സെറിബെല്ലമാണ്. ഓപ്ഷൻ സി സെറിബെല്ലമാണ്. അടുത്ത ചോദ്യം, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് ഓപ്ഷൻ ബി സെറിബ്രമാണ്. ഓപ്ഷൻ ബി സെറിബ്രം. നമ്മുടെ SCRT ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നോക്കിയാലോ, നിങ്ങൾക്ക് 2 ബോക്സ് കണ്ടൂടെ? നമുക്ക് ആദ്യം സെറിബ്രം നോക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം അല്ലെ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. നമുക്കറിയാം, ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗമാണ് കോർട്ടെക്സ് അല്ലെ. നമ്മൾ ഷർട്ട് ഇട്ടിട്ട് കോട്ട് പിന്നെയല്ലേ ഇടുന്നത്, അതുപോലെ കോർട്ടെക്സ് കാണപ്പെടുന്ന ഏതാണ്? ബാഹ്യഭാഗത്താണ്. വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ നമുക്ക് ചോദ്യമായിട്ട് വന്നില്ലേ? അപ്പോൾ പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത് നോക്കാം, സെറിബെല്ലം മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ അല്ലേ ക്വസ്റ്റ്യൻ. അതെ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില കൈവരിക്കാൻ സഹായിക്കുന്നു. ഇത് PSCക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ചോദ്യമാണ്. ശരീര തുലനനില സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. ഏതാണ്? സെറിബെല്ലം. ഓക്കെ, 66ാമത്തെ ചോദ്യം, കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ഏതാണ്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്, അത് ഓപ്ഷൻ ബി പാറ്റല്ലയാണ്. ഏതാണ്? ഓപ്ഷൻ ബി പാറ്റല്ല. 67ാമത്തെ ചോദ്യം, ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്? അത് ഓപ്ഷൻ ബി കരളാണ്. ഓപ്ഷൻ ബി കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അത് ജീവകം D ആണ്. ഏതാണ്? ജീവകം D. അടുത്ത ചോദ്യം, കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ അനുയാത്ര. ഏതാണ്? ഓപ്ഷൻ എ അനുയാത്ര. ഹരിതഗ്രഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതേത് അല്ലെ? ഉദാഹരണമല്ലാത്തതേത്? അത് ഓപ്ഷൻ സി നൈട്രജൻ ആണ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ്, മീഥേൻ,
ഓസോൺ ഇവയെല്ലാം ഹരിതഗ്രഹവാതകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഹരിതഗ്രഹവാതകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡും മീഥേനും ഓസോണുമാണ്. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? അത് ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണല്ലേ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് ഏതാണ്? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ് കേട്ടോ. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. 72ാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ ധാതു ആണ്. ഇതിൽ ഏതാണ് ഇരുമ്പിന്റെ ധാതു? നമുക്കറിയാം ഓപ്ഷൻ സി ഹേമറ്റൈറ്റ് ആണ്. ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. എന്നാൽ ഇൽമനേറ്റ് ഏതിൻ്റെയാണ്? ഇൽമനേറ്റ് അത് ടൈറ്റാനിയത്തിനാണ് കേട്ടോ. ഇൽമനേറ്റ് ടൈറ്റാനിയത്തിന്റെ ആണ്. അടുത്ത ചോദ്യം, കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് അത് ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ ആണ്. 74ാമത്തെ ചോദ്യം നോക്കാം. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം വാഷിംഗ് സോപ്പ് ഏതാണ്? അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ക്ലോറൈഡ് എന്താണ്? NaCl. അത് ഉപ്പാണല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പാണ് കേട്ടോ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. 16ാമത്തെ മൂലകം ഏതാണ്? ചാൽക്കോജൻസ് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് 16ാമത്തെ ഗ്രൂപ്പിലുള്ളത്. അല്ലെങ്കിൽ 16ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചാൽക്കോജൻസ്. അപ്പോൾ 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ഓക്സിജൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ഓക്സിജൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ആണ്. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം എന്താണ്? ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. പക്ഷെ നമ്മുടെ ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം വരുന്നത് സമചലനമാണ് കേട്ടോ. സമചലനമാണ്. ഓക്കെ, ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ എന്നത് എന്തളക്കാനാണ്? നമ്മുടെ ബലം അളക്കാനുള്ള യൂണിറ്റ് ആണ് അല്ലേ. ബലം അളക്കാനുള്ള ഏകകമാണ് ന്യൂട്ടൺ. മർദ്ദമാണെങ്കിലോ? മർദ്ദം അത് പാസ്കൽ ആണ് കേട്ടോ. മർദ്ദമാണെങ്കിൽ അത് പാസ്കൽ ആണ്. താപമാണെങ്കിൽ അത് കെൽവിൻ ആണ്. താപമാണെങ്കിൽ അത് കെൽവിൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില ഏതാണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 80ാമത്തെ ചോദ്യം, വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? അത് പ്ലാസ്മ അവസ്ഥയാണ്. ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. പ്രിലിംസ് എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് കൂടുതലും PVQ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാം എക്സാമുള്ള ഡേറ്റ് ഒക്കെ വന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.